ഇടുക്കി ബഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചലഞ്ചിന്റെ മൂന്നാം ദിവസമാണ് ഇന്ന്. മച്ചാമാരെ, അപ്പൊ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ മൂന്നാം ദിവസമാണ് കേട്ടോ. വെളുപ്പിനെയാണ് 5:15. നമുക്ക് വീഡിയോയിലേക്ക് പോവാവേ. 69,900 ആണ് ഇന്നത്തെ വെയിറ്റ്. മച്ചാമാരെ, അപ്പം നമ്മൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 5:20 വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സ്ട്രെച്ച് ഞാൻ ചെയ്തത് 20 മിനിറ്റ് ട്രെഡ്മില്ലാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ജമ്പിങ് ജാക്സ് ഒരു 1000 എണ്ണം ചാടി. പിന്നെ ഒരു 10 മിനിറ്റ് ട്രെഡ്മില്ല്, അതിനുശേഷം 10 മിനിറ്റ് സൈക്ലിങ്. വർക്കൗട്ടിന് ശേഷമുള്ള വെയിറ്റ് 69,100 മച്ചന്മാരെ. അപ്പം നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. ഇന്നൊരു ഭയങ്കര മഴയുള്ള ദിവസമായിരുന്നു. ജിമ്മിൽ അത്യാവശ്യം തിരക്കൊക്കെ കുറവായിരുന്നു, ആൾക്കാർ തീരെ കുറവായിരുന്നു. അപ്പം നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു. വെയിറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒരു 250 ഗ്രാമോളം നമ്മുടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ജേർണി കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മുടെ വെയിറ്റിലൊരു 150 ഗ്രാമിൻ്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ 250 ഗ്രാം എന്നാണ് പറഞ്ഞത്, തെറ്റായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, കുറഞ്ഞോളും. അപ്പം നമ്മൾ ജസ്റ്റ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും വർക്കൗട്ടും കൂടെ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ വെയിറ്റ് കുറഞ്ഞോളും. നമ്മുടെ നോർമൽ ലൈഫിൽ നിന്ന് നമ്മുടെ ഡയറ്റ് ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും റിസൾട്ട് വരാൻ കുറച്ച് താമസം എടുക്കും. പിന്നെ അതുമല്ല, ഞാൻ 83 നിന്ന് വെയിറ്റ് കുറച്ച് 70 എത്തിയതാണ്. അപ്പോൾ ആ സമയം വരെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നു. 150 ഗ്രാമേ കുറഞ്ഞിട്ടുള്ളെങ്കിലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വെയിറ്റ് ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് എത്തിയത് കൊണ്ടാണ് വെയിറ്റ് കുറയാൻ താമസം. നല്ല രീതിയിൽ വെയിറ്റ് ഉള്ള ആൾക്കാരൊക്കെയാണ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ മുതൽ തന്നെ റിസൾട്ട് കിട്ടി തുടങ്ങും. അപ്പോൾ എൻ്റെ ഒരു സ്റ്റേബിൾ പൊസിഷനിലാണ്. ഇതിൽ നിന്ന് കുറയ്ക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ ചലഞ്ചിന് വേണ്ടി 30 ഡേയ്സ് എടുത്തത്. ഇതുവരെയും 65 എൻ്റെ വെയിറ്റ് എത്തിയിട്ടില്ല. 66 വരെ ആയിരുന്നു വെയിറ്റ് വന്നേക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 65 ആണ്. 64 എത്തുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തും. അതാണ് നമ്മുടെ ഗോള്. അപ്പം ഈ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യം നമ്മുടെ റിസൾട്ട് വെച്ചിട്ട് മുമ്പിലേക്ക് വർക്ക് ചെയ്താൽ മതി. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, മുമ്പിലേക്ക് നമ്മൾ റിസൾട്ട് കിട്ടിക്കോളും. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തോട്ട് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. ലെങ്ത് കുറഞ്ഞ ഒരു 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ. അപ്പം ഞാൻ ആ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി കമ്പൈൻ ചെയ്ത് ചെയ്യുവാണ്. ഇപ്പം ഇന്നത്തെ എൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നതിൽ നമ്മൾ ഡ്രീം ചെയ്യുക, സ്വപ്നം കാണുക, നമ്മുടെ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഒരു നാൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. നമ്മുടെ ധാരാളം സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് കാണുന്നുണ്ട്. യൂട്യൂബിൽ നമുക്ക് വ്യൂസ് കുറവാണ്. അപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന സുഹൃത്തുക്കൾ ദയവായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇടുക്കി ബഡിന്ന് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നുണ്ടാവും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോസിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.